ഇതാണു സ്നേഹം. നാം അവിടുത്തെ കൽപ്പനകളനുസരിച്ച് നടക്കുക. കൽപ്പനയാകട്ടെ, ആരംഭം മുതലേ നിങ്ങൾ ശ്രവിച്ചിരിക്കുന്നത് പോലെ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നതും. ഇത് 2 യോഹന്നാൻ എഴുതിയ സുവിശേഷമാണ്. 1-ാം അധ്യായം 6-ാം തിരുവചനമാണ്. നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന സ്നേഹമാണ് മറിയത്തിൻ്റേത്. മറിയത്തെ കൂടെ കൂട്ടിയ മഹാനാണ് കൊച്ചു യോഹന്നാൻ. ഇതാ നിൻ്റെ അമ്മ എന്നൊക്കെ കുരിശിൽ കിടന്ന് ഒരുവൻ വിളിച്ചു പറയുമ്പോൾ മറിയത്തെ ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യതയും യോഹന്നാന് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവനറിയാമായിരുന്നു മറിയത്തിൻ്റെ മഹത്വം. അതുകൊണ്ടാണ് അവൻ അവളെ കൂടെ കൂട്ടിയത്. അവളെ കൂടെ കൂട്ടിയ നാൾ മുതൽ യോഹന്നാൻ്റെ ജീവിതവും കൃപയുടെ ജീവിതമായി തിരിയാൻ തുടങ്ങി. സ്നേഹം എന്തെന്ന് അവൻ അറിയാൻ തുടങ്ങിയത് അവളെ നെഞ്ചിലേറ്റിയപ്പോഴാണ്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കിടക്കുന്ന കടിഞ്ഞൂൽ കുഞ്ഞുവാവയെ മാത്രമല്ല, വഴിയരികിൽ അർദ്ധനഗ്നനായി കിടന്ന നിന്നെയും അവൾ ഏറ്റെടുക്കും. സ്നേഹത്തിൻ്റെ പുതുവസ്ത്രം സമ്മാനിക്കും. സ്നേഹത്തിൻ്റെ പുൽത്തൊട്ടിലിൽ കിടത്തി താരാട്ടുപാടി ഉറക്കും. അവൾക്ക് സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നും അറിയില്ല. യോഹന്നാനെ പോലെ നീയും അവളെ ഏറ്റെടുക്കുക. സ്നേഹത്തിൻ്റെ ചില്ലുജാലകങ്ങൾ അവൾ നമുക്കായി തുറന്നു തരും. ഈ വചനങ്ങൾ നിന്നെ പുതിയ മനുഷ്യനാക്കി മാറ്റുക തന്നെ ചെയ്യും. നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയെ വിളിച്ചാൽ അവൾ നിങ്ങളുടെ സഹായത്തിനായി വരും. സാത്താൻ നിങ്ങളെ വിട്ടുപോവുകയും ചെയ്യും. വിശുദ്ധ ജോൺ വിയാനിയുടെ വാക്കുകളാണ് ഇത്. വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.